ഹലോ മാസ്റ്റർക്ക് പഠിക്കാൻ വന്നല്ലേ? മാസ്റ്റർക്ക് പഠിക്കാടാ. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സ്വന്തം ഷിബിൽ റഹ്മാൻ CK. ദിസ് ഈസ് തുമാര ബ്യൂട്ടിഫുൾ ചാനൽ. ബ്യൂട്ടിഫുൾ ചാനൽ ലേണിംഗ്. ഇത് നിങ്ങളുടെ സ്വന്തം ബ്യൂട്ടിഫുൾ ചാനൽ എജൂസൻ ലേണിംഗ്. ഓക്കെ, നിങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മാസ്റ്റർക്ക് പഠിക്കാനല്ലേ? എന്താണല്ലേ? നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുകയാണോ, +1 പഠിക്കുകയാണോ, +2 പഠിക്കുകയാണോ, ഡിഗ്രി പഠിക്കുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിന് അപ്പിയർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കുഴപ്പിക്കുന്ന ഒരു സാധനമുണ്ട്. എന്ത്? സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ, ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കണം, ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് എന്താക്കണം, ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെ ടേബിളൊക്കെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. ബട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വാല്യൂ ഒക്കെ എങ്ങനെ പറയുന്ന അറിയാം? 2 സെക്കൻഡ് ടു 3 സെക്കൻഡോട് നിങ്ങൾ എന്താക്കും, ശുരു 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 എന്ന് പറഞ്ഞിട്ട് വാല്യൂ പറയും. അതുകൊണ്ട് നമുക്ക് ട്രിക്കിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്? ഇതിൻ്റെയൊക്കെ വാല്യൂ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതി. ആദ്യം നമുക്ക് എന്ത് വേണം? ഷിബിലിൻ്റെ ഇടത്തെ കൈ വേണം. ഷിബിലിൻ്റെ ഇടത്തെ കൈ ഒരു നല്ല ഇടമൻ കൈ വരക്കുക. നിങ്ങൾ ഇങ്ങനെ നോട്ടിൽ വരക്കാനാവില്ല കേട്ടോ. ഇത് ഞാൻ രണ്ടാമത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആടാ. രണ്ടാമതല്ല, മൂന്നാമത്. ആദ്യത്തെ വീഡിയോ സൗണ്ടിൽ ലേറ്റ് പോയി, രണ്ടാമത്തെ വീഡിയോ ഞാനിൽ ലേറ്റ് പോയി. വാ അത് ഇത്ര ലേശം കൈക്ക് മസിൽ കൊടുക്കുക. ഇത്ര വീഡിയോ കൊടുക്കല്ലേ, ഒരു വാച്ചൊക്കെ കെട്ടിക്കാം. ഇതല്ല അതിൻ്റെ രീതി. ഇതെന്തുവാടാ? ഇതാണ് പെന്നെ വിടടാ. ഇതാണ് 0 ഡിഗ്രി. ഇതാണെന്ത്? 30 ഡിഗ്രി. ഇതാണെന്ത്? 45 ഡിഗ്രി. ഇതാണെന്ത്? 60 ഡിഗ്രി. ഇതാണെന്ത്? 90 ഡിഗ്രി. നിങ്ങൾ എടുത്തേ കൈൻ്റെ ഇത് 90 ഡിഗ്രി, ഇത് 60 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 30 ഡിഗ്രി, ഇത് 0 ഡിഗ്രി. ഇതൊന്നും എന്താക്കുക, യാതൊരു വെക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മയിൽ വെക്കുക. അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെ തന്നെ. 90, 60, 45, 30, 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും വളരെ എളുപ്പത്തിൽ എന്താക്കുക, വാല്യൂസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണല്ലേ? ഫസ്റ്റ് വൺ, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സംതിങ് ഡിവൈഡഡ് ബൈ 2. ഈ സംതിങ് എന്തുവാന്ന് അറിയോ? ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ 2. മനസ്സിലായോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് അവിടെ വന്നിരിക്കുന്നത്? മനസ്സിലാക്കി തരാനല്ലേ. സൈൻ 45, സൈൻ 30 ഡിഗ്രിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചോ. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ. സൈൻ്റെ ഫിംഗേഴ്സ് എന്താവില്ലോ? എന്തുവാടാ സൈൻ്റെ ഫിംഗേഴ്സ് എന്തുവാടാ ബിലോ വരുന്നത്? എത്രയാണ് വരുന്നത്? ഇത് സൈൻ 30 ആണെങ്കിൽ ഫിംഗേഴ്സ് ബിലോ 1 ഡിവൈഡഡ് ബൈ എന്ത്? 2 തന്നെ. റൂട്ട് 1 എന്താ? 1 ഡിവൈഡഡ് ബൈ 1/2. സിമ്പിൾ. അടുത്തത് സൈൻ 60 ഡിഗ്രി. ഇത് തീർത്ത് ഞാൻ പറഞ്ഞുതരും. അടുത്തത് നിങ്ങൾ പറയും. സൈൻ 60 ഡിഗ്രി എന്തുവാ? സൈൻ 60 ഇതാ ഇവിടെ വരും. ഇതിൻ്റെ ഫിംഗേഴ്സ് ബിലോ 1, 2, 3. സൈൻ 60ൻ്റെ ഫിംഗേഴ്സ് ബിലോ 1, 2, 3. റൂട്ട് 3 ഡിവൈഡഡ് ബൈ 2. സിമ്പിൾ. അടുത്ത് സൈൻ 90 ഡിഗ്രി. സൈൻ 90 ഡിഗ്രി എന്തുവാ? 90 ഇവിടെ ഫിംഗേഴ്സ് ബിലോ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ. എന്തൊക്കെ ഫിംഗേഴ്സ് ബിലോ വരുന്നത്? 1, 90ൻ്റെ താഴെ വരുന്നത് എന്താ? 1, 2, 3, 4. റൂട്ട് 4 ഡിവൈഡഡ് ബൈ 2. അതെന്തുവാ? റൂട്ട് 4 എന്ന് വെച്ചാൽ എന്താ? 2 ഡിവൈഡഡ് ബൈ 2 എന്തുവാ? 1. സിമ്പിൾ. അടുത്തെന്തുവാ? അടുത്ത നമ്മൾ പറയും സൈൻ 0. റൂട്ട് ഓഫ് 0ൻ്റെ അടിയിൽ ഫിംഗേഴ്സ് ബിലോ എന്താ? സൈൻ്റെ അടിയിൽ ഫിംഗർ ഉണ്ടടാ? ഇല്ല. അപ്പോൾ അതെന്താ? റൂട്ട് 0 ഡിവൈഡഡ് ബൈ 2. റൂട്ട് 0 എന്താ? 0. സിമ്പിൾ. അടുത്തെന്താ? സൈൻ 45 ഡിഗ്രി. സൈൻ 45 ഡിഗ്രി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിംഗേഴ്സ് ബിലോ 45ൻ്റെ ഫിംഗേഴ്സ് ബിലോ എത്ര? 2 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെ എഴുതാം. ഇത് ശരിയാണ്. പക്ഷേ ഇതിനെ നമുക്കൊരു വൃത്തിക്കാക്കാം. എങ്ങനെയാണല്ലേ? ഈ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് 2 ഡിവൈഡഡ് ബൈ ഈ 2 എന്ന് വെച്ചാൽ എന്താ? 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 ആണെന്ത്? 2. അപ്പോൾ എങ്ങനെ ആക്കാം? ഇവിടെ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്നാക്കാം. മുകളിൽ എന്തായ സെയിം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കണം?
സെയിം സാധനം വെട്ടിക്കളയണം. അപ്പോൾ എന്ത് വരും? 1/√2 വരും. അതെന്താണ്? അപ്പോൾ ഇത് ഈസ് ഈക്വൽ ടു 1/√2. സിമ്പിൾ. ഓക്കെ, അപ്പോൾ എന്തായി? സൈൻ ഇനിയിപ്പോൾ ഏതാക്കി? എല്ലാമായി. എൻ്റെ എല്ലാം എല്ലാം അല്ലേ എൻ്റെ ചേനത്തെ ചെമ്പരം വല്ലേ എൻ്റെ അടുത്ത ഇതൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊക്കെ സിമ്പിളാണ്. നിങ്ങളിവിടെ വന്നത് പഠിക്കാനാണ്. നിങ്ങളിവിടെ വന്നാൽ പഠിച്ചിട്ടേ പോകും. ഓക്കെ, അല്ലേ നിങ്ങൾക്ക് നിർത്തി പോകേണ്ടി വരും പഠിക്കണ്ടെങ്കിൽ. അടുത്ത കോസ്റ്റീറ്റ എന്ന് വെച്ചാൽ സെയിം സാധനം തന്നെ, ഒരു വ്യത്യാസം മാത്രം. എന്താ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ ഫിംഗേഴ്സ് ഇതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ. ഫിംഗേഴ്സ് എബോവ് ഡിവൈഡഡ് ബൈ 2. ഇനി നിങ്ങൾ പറയും, ഒന്ന് ഞാൻ പറഞ്ഞുതരാം. കോസ് 60യും കോസ് 30 ഡിഗ്രിയും ഷിബിൽ പറയും, ആൻഡ് ബാക്കി നിങ്ങൾ പറയും. ഇങ്ങനെയാണല്ലേ കാണിച്ചു തരാം. ഫിംഗേഴ്സ് എബോവ് കോസ് 60, ഫിംഗേഴ്സ് എബോവ് 60ൻ്റെ മുകളിൽ എത്രയാണ് വരുന്നത്? 1 ഡിവൈഡഡ് ബൈ 2. √1 എത്രയാ? 1 തന്നെ, 1/2. സിമ്പിൾ. അടുത്ത കോസ് 30ൻ്റെ മുകളിൽ എത്രയാ? 1, 2, 3. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോവ് 1, 2, 3. 3 ഡിവൈഡഡ് ബൈ 2, √3/2 തന്നെ. സിമ്പിൾ. അടുത്തെന്താ? അടുത്ത കോസ് 90 കൂടി ഞാൻ പറഞ്ഞുതരാം, ഇത് ഡൗട്ട് വേണ്ട. കോസ് 90 ഡിഗ്രി ഫിംഗേഴ്സ് എബോവ് എത്രയാ? നമ്മളൊന്നുമില്ല, 0 ഡിവൈഡഡ് ബൈ 2, 0. √0, 0/2, 0 തന്നെ. സിമ്പിൾ. ഓക്കെ അല്ലേ? കോസ് 0 1. അടുത്ത കോസ് 0 നിങ്ങൾ എന്താന്ന് പറയണം. കോസ് നമ്മളെന്താ ചെയ്യാത്ത 45 എന്താന്ന് നിങ്ങൾ പറയണം. അതെന്താക്കുക? ഇത് എ ആണ്, ഇതെന്താണ്? ബി ആണ്. ഇങ്ങനെ എയും ബി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ എന്താക്ക എല്ലല്ലേ ഇത് സി കമന്റ് ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. നെക്സ്റ്റ് സിമ്പിൾ അല്ലേ? കോസ് 0 കൂടി ഞാൻ പറഞ്ഞുതരാം. കോസ് 0 എന്ത് വരും? ഫിംഗേഴ്സ് എബോവ് 1, 2, 3, 4 ഡിവൈഡഡ് ബൈ 2 അല്ലേ? √4 എന്ന് വെച്ചാൽ എന്താ? 2 ഡിവൈഡഡ് ബൈ 2 എന്ത് വരും? 1 വരും. സിമ്പിൾ. അടുത്തത് ടാൻ കൂടിയും കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങൾ കഴിഞ്ഞില്ലേ? തീറ്റ നമുക്കൊരു സൈഡാക്കി കൂടെ. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് above. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ ഫിംഗേഴ്സ് above. അടുത്തത് ഇതെങ്ങനെ വന്നെന്ന് ഞാൻ പറയുന്നത്. വേണ്ട ആൾക്കാർ മാത്രം നിൽക്കുക, വേണ്ടാത്ത ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്ത് പോവാം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ വരും. ഓക്കെ, ചുമ്മാ വേണ്ട ആൾക്കാർ പഠിക്കടാ. ചുമ്മാ ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നല്ലോ, നിങ്ങൾക്ക് ഭാവിയിൽ ആവശ്യം വരും. ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്തുവാ? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ അല്ലേ? അല്ലേടാ ആണ്. ഈ സൈൻ തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി എന്ത്? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്തുവാ? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോവ് ഡിവൈഡഡ് ബൈ 2 നമ്മളിപ്പോൾ എഴുതി. ഇത് ഏത് ഫോമാറ്റിലാണല്ലേ ഈ സാധനം? എ ഡിവൈഡഡ് ബി ഓൾ ഡിവൈഡഡ് ബൈ സി ഡിവൈഡഡ് ബൈ ഡി. ഇങ്ങനത്തെ ഫോമാറ്റിലാണോ ഇതുള്ളത്? ഇതിൻ്റെ റിസൾട്ട് എന്തുവാ? a/b ഇൻറ്റു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. d/c എന്നുവെച്ചാൽ c/dൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? d/c. കണ്ടാ ഞാൻ പറയില്ല, നിങ്ങൾക്ക് വന്ന അവിടെ ഒരുപാട് അറിവ് കിട്ടും. വേണ്ട, സ്കിപ്പ് ചെയ്ത ആൾക്കാർ എന്തായി? അറിവില്ലാതെ പോയി. സ്കിപ്പ് ചെയ്യാത്തവർ നിങ്ങൾ ലെജൻസ് ആവാൻ പോവാണ്. ലെജൻസ് ഇതെന്താവും? a/d ad ഡിവൈഡഡ് ബൈ എന്തായി? bc ആയി. ഓക്കെ, അറിഞ്ഞിരുന്നോ? വേറെ കുറേ സാധനങ്ങൾ വരുമല്ലോ, അതിൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഓക്കെ, ഈ എൻ്റെ സ്ഥാനത്ത് എന്താ ഇവിടെ? ഇതാണ് ഇതിൻ്റെ എന്ത്? റിസൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇവിടെ എൻ്റെ സ്ഥാനത്ത് എന്താ? ഈ എൻ്റെ സ്ഥാനത്ത് എന്താ? ഫിംഗേഴ്സ് ബിലോ. ഇവിടെ ad എന്നല്ല വരുന്നത്. ഇവിടെ ഡിൻ്റെ സ്ഥാനത്ത് ഏതാ? 2 ഓൾ ഡിവൈഡഡ് ബൈ. ഇവിടെ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ തന്നെയല്ലേ വരിക? ഇതന്നല്ലേ, ഇത് ജനറൽ ഫോം അല്ലേ? ബിൻ്റെ ഭാഗത്ത് എന്താ? 2 ഇൻറ്റു സീൻ്റെ ഭാഗത്ത് എന്താ? ഫിംഗേഴ്സ് എബോവ്. മുകളിലും താഴെയും ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം സാധനം വന്നു കഴിഞ്ഞാൽ
വെട്ടിക്കളയാ. അപ്പൊ ഇത് മാത്രം എന്തായി? ഫിംഗേഴ്സ് ബിലോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോ ആയി. അതാണ് എന്ത്? ഇത് സൈൻ തീറ്റേന്നും ടാൻ തീറ്റേന്നും എന്താണ് ഇത് വന്നത്? ഓക്കെ അല്ലേ? ഇനി നമുക്ക് വേരിയസ് കണക്കാക്കാം. നേരത്തെ സ്കിപ്പ് അടിച്ച് പോയവർ ഇവിടെ വന്ന് നിൽക്കുക, ഇവിടെ വന്ന് നിൽക്കുക. ഇതിന്റെ ബാക്കി നമുക്ക് വേണമല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത ടാൻ 45 ഡിഗ്രിയും ടാൻ 30 ഡിഗ്രിയും ഞാൻ പറഞ്ഞു തരും. ബാക്കി മൊത്തം നിങ്ങൾ കമന്റ് ചെയ്യും. ടാൻ 45 റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ 1 2 റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ 2. ഓക്കെ. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോ 1 2. 45ന്റെ മുകളിൽ ഫിംഗർ ഇതാണ് 45 1 2 റൂട്ട് 2. ഇതെന്താ? എ ബൈ എ അല്ലേ? ഇതും സെയിം ഇതും സെയിം. അങ്ങനെയാണ് എന്താ വരിക? 1. റിസൾട്ട് എത്രയാണ്? 1. റൂട്ട് 2 ബൈ റൂട്ട് 2 1. അടുത്ത ടാൻ 30. ടാൻ 30 എന്ന് വെച്ചാൽ ഫിംഗേഴ്സ് ബിലോ റൂട്ട് 1 അല്ലേ? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോ, ഫിംഗേഴ്സ് എന്താ എബോ? 13 എബോ 1 2 3 1 ബൈ റൂട്ട് 3. റൂട്ട് 1 എന്ന് വെച്ചാൽ 1. അതൊന്നുകൂടി പറഞ്ഞു തരാം അല്ലേ? അല്ലേ? ടാൻ 30 കഴിഞ്ഞ് ടാൻ 60 കൂടി പറഞ്ഞു തരാം അല്ലേ? ടാൻ 60 എന്താ? റൂട്ട് ഓഫ് ഫിംഗേഴ്സ് ബിലോ 1 2 3 3 ഫിംഗറാണ് അടിയിൽ വരുന്നത്. റൂട്ട് ഓഫ് ഫിംഗേഴ്സ് എബോ 60 1 അല്ലേ? റൂട്ട് 3 ബൈ 1 എന്താ? റൂട്ട് 3 തന്നെ. എ ഡിവൈഡഡ് ബൈ 1 എന്താ? എ തന്നെ. ജനറൽ ഫോം ആട്ടോ ഇതൊക്കെ. സിമ്പിൾ. അപ്പം ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയൂലേ? ടാൻ 0 നിങ്ങൾ കമന്റ് ഇടും, ടാൻ 90 നിങ്ങൾ കമന്റ് ഇടും. രണ്ടും കുറച്ച് ഇത് ശരിയാണ്. ഇത് എന്താ? നേരത്തെ നമ്മൾ ബി ആണ് പറഞ്ഞിടത്ത് ഇത് സി ഇത് ഡി. അങ്ങനെ നിങ്ങൾ കമന്റിൽ എ ഇതാണ്, ബി ഇതാണ്, സി ഇതാണ്, ഡി ഇതാണ് എന്ന് പറഞ്ഞ് കമന്റ് ഇടുക. ലാസ്റ്റ് ഞാനൊരു എന്താകും ഒരു ഫ്ലോ ചാർട്ട് അങ്ങ് തരും. അതിൽ നിങ്ങൾ ഉത്തരം ശരിയാണെന്ന് നോക്കുക. നിങ്ങളിപ്പോൾ അടുത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇത് പോസ്റ്റ് ചെയ്യുക, കമന്റ് ബോക്സിൽ പോവുക, ഇത് ശരിയാണെന്ന് നോക്കുക. എന്നിട്ട് ലാസ്റ്റ് നിങ്ങൾ എഴുതിയത് എന്നിട്ട് ലാസ്റ്റ് നിങ്ങളെ ശരിയാന്ന് നോക്കുക. എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. 4 കിട്ടിയാൽ ഞാൻ മറ്റേ പണ്ടത്തെ പോലെ ബി ഗുഡ് ഇട്ട് തരും. ടാറ്റാ. അപ്പൊ ഇന്നേക്ക് ബൈ. നമുക്ക് വീണ്ടും ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.